ഇവിടെ ജാതീയത ഇല്ല എന്നൊക്കെ പറയും, പക്ഷെ നല്ല ജാതീയത ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഐഎം വിജയന്റെ മകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വീഡിയോ, അതിന് താഴെ വന്ന കമന്റ്സ് ഒന്ന് നോക്കാം. ഭയങ്കര സ്നേഹത്തില് സന്തോഷത്തില് വിനായകൻ സ്നേഹം പ്രകടിപ്പിക്കുകയാണേ. പക്ഷെ കമന്റ്സ് ഉണ്ടല്ലോ, പുലയ സ്നേഹം, ചിമ്പാൻസി കൂട്ടങ്ങളുടെ വർഗ സ്നേഹം, പിന്നെ വേടന്റെ ഒരു കുറവുണ്ടായിരുന്നു, അങ്ങനെ പോവാണ് കമന്റ്സ്. ജാതിയുടെ പേരില്, നിറത്തിന്റെ പേരില്, രൂപത്തിന്റെ പേരില് എത്രത്തോളം മനുഷ്യനെ അപമാനിക്കാവോ അത്രത്തോളം കാണിക്കുന്നുണ്ട്. മനുഷ്യരുടെ ബന്ധങ്ങളെയൊക്കെ ജാതി വെച്ചാണ് അളക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ്. ഇവരുടെയൊക്കെ മനസ്സിനകത്ത് എത്രത്തോളം ആഴത്തിലാണ് ജാതി എന്ന് പറയുന്ന സംഭവം, ജാതീയത വേരൂന്നി കിടക്കുന്നതെന്ന്. അപ്പൊ ഇത് കാണുമ്പോൾ ഇവിടെ ജാതീയത ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ജാതിക്രമമുണ്ട്. ആരോട് മിണ്ടണം, ആരെങ്ങനെ പെരുമാറണം, ആരോട് ഏത് വിധത്തിൽ കൈകാര്യം ചെയ്യണം, എല്ലാത്തിലും ജാതിക്രമം ഈ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് മോശമായിട്ട് സോക്കോൾഡ് ഉന്നതരും താഴ്ന്നവരും തമ്മിലുള്ള ഒരു അന്തരമൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ രീതിക്ക് ഇത്രയും മോശമായിട്ട് ജാതിയുടെ പേരിൽ മനുഷ്യരുടെ സ്നേഹത്തെയും ബന്ധങ്ങളെയും. നല്ലൊരു അവതരണമായിരുന്നു. ഈ ജാതീയത എന്ന് പറയുന്ന സാധനത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന സർക്കാരുകൾ മാറി മാറി ഭരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ ഒരു വേള ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്. കാരണം ജാതി അടിസ്ഥാനത്തിൽ സംവരണങ്ങളും കാര്യങ്ങളൊക്കെ സർക്കാർ തന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തടിസ്ഥാനത്തിലാണ്, ഇതിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ റിലീജിയസ് പൊളിറ്റിക്സിനെതിരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾക്കൊക്കെ ഭയങ്കര ഹേറ്റാണ് അതൊക്കെ. അതായത് ഇപ്പോൾ ഈ മുസ്ലിം ലീഗ്, SDPI, BJP അങ്ങനത്തെ സംഘടനകളൊക്കെ നമ്മൾ കുറ്റം പറയുക, എതിർത്ത് പറയുകയൊക്കെ ചെയ്യുമ്പോഴേക്ക് ഭയങ്കര പ്രശ്നമാണ്. എന്നാൽ ഈ പറയുന്ന സംഘടനകളൊക്കെ എന്താ പറയുക, ഒരു നിശ്ചിത, അതായത് താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ട് അവരുടെ എന്താ പറയുക, ആ ഒരു നിലനിൽപ്പിന് വേണ്ടി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ കാലങ്ങളായിട്ട് നടന്നു വരുന്നൊരു രീതി അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു പാലം വന്നിട്ടില്ലെങ്കിൽ, ഒരു റോഡ്, ഒരു പാലം, എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം, ഇതൊന്നും ഇല്ലെങ്കിലും മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ ഈ ജാതീയത എന്ന് പറയുന്നത്, അതായത് ഈ വർഗീയ പൊളിറ്റിക്സിനെ നമ്മളെതിരെ സംസാരിച്ചില്ലെങ്കിൽ, ഈ വർഗീയതയ്ക്കെതിരെ സംസാരിച്ചില്ലെങ്കിൽ നാട് കുട്ടിച്ചോറാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. വൈകാതെ നമ്മളിങ്ങനെ ഈ ലെവലിൽ പോയി കഴിഞ്ഞാൽ വൈകാതെ നമ്മൾ അതിൻ്റെ എന്താ പറയുക പ്രത്യേകതകളൊക്കെ അനുഭവിക്കേണ്ടി വരും. അധികം താമസമൊന്നും വേണ്ടി വരില്ല. കാരണം നമ്മുടെ നാട് പണ്ടത്തെ കാലം, ഒരു 10-15 വർഷത്തിനെക്കാട്ടിലും മുമ്പുള്ള കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജാതീയത എന്ന് പറയുന്നത് പല മേഖലയിലുണ്ട്. എന്തിനേറെ പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരെ ജാതീയത കൊണ്ടെടുക്കുന്ന ആളുകളുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് നടക്കുന്ന ആളുകളുണ്ട്. പേരിനെ മാത്രം എടുത്തുകൊണ്ട് പറയുന്നില്ല, അതനുസരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. നമ്മളാരും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ പൊളിറ്റിക്സ് അതാണ്. ജാതി പൊളിറ്റിക്സ്, മത പൊളിറ്റിക്സ്, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം. അതിനെതിരെ സംസാരിക്കുന്നവരൊക്കെ വർഗീയവാദികൾ, തീവ്രവാദികൾ, അത് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് സത്യസന്ധമായിട്ട് സംസാരിക്കുന്നവർ വരെ ഓരോരോ ചാപ്പകുത്തിൽ പെട്ടുപോവുകയാണ്. പിന്നെ ഇന്നും നാളെ നമ്മൾ 1-2 ആളുകൾ വിചാരിച്ചാലും തീരാൻ പോകുന്ന ഒന്നല്ല എന്നാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ അനന്തരഫലം എന്തായാലും നാട് കുട്ടിച്ചോറാവുന്നുള്ള കാര്യം തന്നെയാണ്. അല്ലാതെ ഇതുകൊണ്ട് ഒരു ബെനിഫിറ്റും കിട്ടാൻ പോകുന്നില്ല. എല്ലാവരും മനുഷ്യന്മാരാണെന്നുള്ള ചിന്താഗതിയിൽ, നാട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്താഗതിയിൽ ഗവൺമെൻറ്റുകൾ പ്രവർത്തിച്ചു കഴിഞ്ഞാലും അതിനനുസരിച്ച് ജനങ്ങളുണ്ടെങ്കിൽ എല്ലാം ശരിയാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാത്തിലും ജാതിൻ്റെയും മതത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഇതിലാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. ഒരു PSC നിയമനം വന്നാൽ എല്ലാത്തിനും ജാതീയത ഉണ്ട്. അപ്പോൾ നമുക്കതിനെ ഒഴിച്ചുകൂടാനൊന്നും പറ്റത്തില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുക, അത്രയേ ഉള്ളൂ.